ഇടുക്കി ജില്ലയിൽ ആദ്യമായി കെട്ടുകാഴ്ചയൊരുക്കി കമ്പംമെട്ട് കറുപ്പുസ്വാമി ക്ഷേത്രം. മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചാണ് 16 അടി ഉയരവും 10 അടി വീതിയും 12 അടി നീളവുമുള്ള കെട്ടുകാളകളെ എഴുന്നള്ളത്തിനായി തയ്യാറാക്കിയത്. 10ഓളം വരുന്ന കലാകാരന്മാർ ഒരാഴ്ചയെടുത്താണ് കെട്ടുകാഴ്ച നിർമ്മിച്ചത്. ഇടുക്കി ജില്ലയ്ക്ക് അന്യമായിരുന്ന ഒരു കാഴ്ചയാണിത്. അതിനാൽ തന്നെ ഹൈറേഞ്ചുകാർക്ക് അത്ര സുപരിചിതമല്ലാത്ത കെട്ടുകാഴ്ച പൊതു അനുഭവമാക്കി മാറ്റി ഇടുക്കി കമ്പംമെട്ട് ശ്രീ കുറുപ്പുസ്വാമി ക്ഷേത്ര ഭാരവാഹികൾ. തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്ന അലങ്കാര വസ്തുക്കളും വൈക്കോലും തുണിയും ഉപയോഗിച്ചായിരുന്നു കെട്ടുകാളയുടെ നിർമ്മാണം. ഇരുമ്പ് ഫ്രെയിമിൽ നിർമ്മിച്ച കെട്ടുകാളയ്ക്കായി 1 ലക്ഷത്തോളം രൂപ ചെലവ് വന്നു. 10-20 ദിവസത്തെ അധ്വാനം, 8-9 കലാകാരന്മാർ ഒന്നിച്ചു ചേർന്നുകൊണ്ട് 10-15 ദിവസം രാത്രിയും പകലും കട്ടത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്. കെട്ടുകാളുകൾ ഭക്തജനങ്ങൾക്കൊരു പുതു അനുഭവമായിരുന്നുവെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പാവപ്പെട്ടവരും ദുഃഖവും ദുരിതവും യാതനകളും വേദനകളും അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന ഭക്തജനങ്ങളുടെ പ്രതീകമാണ് കെട്ടുകാള എന്നുള്ളതാണ് ഭഗവാൻ അരുളി ചെയ്തിരിക്കുന്നത്. ജീർണാവസ്ഥയിലായിരുന്ന കമ്പംമെട്ട് ശ്രീ കുറുപ്പുസ്വാമി ക്ഷേത്രം നിലവിൽ പുനരുദ്ധാരണത്തിന്റെ പാതയിലാണ്. ഇപ്പോൾ വളരെ സജീവമായി എല്ലാ ദിവസവും കൃത്യമായി പൂജയും പ്രാർത്ഥനകളും നടക്കുന്ന ഒരു ക്ഷേത്രമായി ഇപ്പോൾ ഇത് മാറിക്കഴിഞ്ഞു. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഒരു ഹൈന്ദവ സമൂഹത്തിൻ്റെ മാത്രം ഒരു വിശ്വാസ കേന്ദ്രമല്ല, മറിച്ച് കമ്പംമെട്ടിൽ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാ മത ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കൃത്യമായ പ്രോത്സാഹനവും ഇടപെടലും സഹകരണവും കൊണ്ടാണ് വീണ്ടും ക്ഷേത്രം പുതിയ സജീവമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത്തവണത്തെ ശിവരാത്രി മഹോത്സവത്തിനായി കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലേക്ക് നിരവധി ആളുകളാണ് തമിഴ്നാട്ടിൽ നിന്നും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി ഒഴുകിയെത്തിയത്. ജനം, ഇടുക്കി.